Hello all, welcome to another video of Grad Mentor. ഇന്ന് നമ്മൾ CUETയുടെ എക്കണോമിക്സ് സിലബസിലെ മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം എന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്ന GDPയും GNPയും എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ആദ്യം നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP എന്താണെന്ന് നോക്കാം. സോ ഈ ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം അഥവാ സംതിങ് വിച്ച് ഹാപ്പൻസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടറിക്കുള്ളിൽ, ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ സംഭവിക്കുന്നത്. പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. എന്തൊക്കെയാണോ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് അതാണ് പ്രോഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഫോർമൽ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി മെഷേർഡ് ഇൻ എ ഇയർ. അതായത് ഒരു വർഷം ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും, എന്ത് ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും, ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ടോട്ടൽ മാർക്കറ്റ് വാല്യൂവിനെയാണ് GDP എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നോക്കാം. അതിനു മുന്നേ എന്താണ് ഫൈനൽ ഗുഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഉദാഹരണമായിട്ട് നമുക്കൊരു ഫേം എടുക്കാം. ഈ ഫേം സെൽസ് തേയിലയാണ് വിൽക്കുന്നത്. സോ ഇവിടെ നിന്ന് ഞാൻ ഈ തേയില വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ചായ ഇടുന്നുണ്ട്. അതേസമയം ഒരു റെസ്റ്റോറൻറ്റ് ഈ തേയില വാങ്ങിച്ച് കൊണ്ടുപോയി ചായ ഉണ്ടാക്കി അത് വിൽക്കുന്നുണ്ട്. സെൽസ് ടീ. ഓക്കെ, സോ ഇവിടെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ചായ വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ചായ ഇടുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി ഇൻ ദ സെൻസ് ഇറ്റ് വിൽ ബി കൗണ്ടഡ് ഇൻ ദ GDP. അതായത് GDPയിൽ അത് കൗണ്ട് ചെയ്യില്ല. കാരണം ഈ ചായപ്പൊടി ഈ പോയിന്റിൽ വെച്ച് തന്നെ, ഞാനിത് വാങ്ങിക്കുന്നിടത്ത് തന്നെ ഇറ്റ് ഹാസ് പാസ്ഡ് ഔട്ട് ഓഫ് ദി ആക്റ്റീവ് എക്കണോമിക് ഫ്ലോ. പിന്നീട് ഞാൻ ഈ ചായ ഉണ്ടാക്കി വിൽക്കുന്നൊന്നുമില്ല. ഐ മേക്ക് ടീ, ഐ കൺസ്യൂം ഇറ്റ് ബൈ മൈസെൽഫ്. അവിടെ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി പെർസെ നടക്കുന്നില്ല. പക്ഷെ അതേസമയം ഈ ഒരു റെസ്റ്റോറൻറ്റ് ഈ ചായപ്പൊടി വാങ്ങുമ്പോൾ ഇവർ അതിനെ ദി ആഡ് വാല്യൂ ടു ഇറ്റ് വെൻ ദി മേക്ക് ടീ. അതായത് ഈ ചായപ്പൊടി, ഇവർ ഈ ചായ വിൽക്കുമ്പോൾ ഇവർ എന്തിനെയൊക്കെ കൗണ്ട് ചെയ്യുമായിരിക്കും? ഈ ചായപ്പൊടി എത്രയ്ക്കാണോ വാങ്ങിയത് അതിൻ്റെ വില, ചായ ഉണ്ടാക്കുന്ന ലേബറിൻ്റെ വില, പിന്നെ ഒരു കപ്പ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിലയും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ഇവർ ഈ ചായ, എല്ലാത്തിൻ്റെയും വില ചേർത്തിട്ടാവും ഇവർ ഈ ചായ വിൽക്കുക. അതായത് ഈ ഒരു പോയിന്റിൽ വെൻ ദ റെസ്റ്റോറൻറ്റ് ബൈസ് ടീ, ഇറ്റ് ഇസ് സ്റ്റിൽ the tea is still in the active economic flow. It passes out of the active economic flow when somebody buys the tea. ചായ ഒരാൾ കാശ് കൊടുത്ത് വാങ്ങിച്ച് കഴിയുമ്പോഴാണ് അത് ആക്റ്റീവ് എക്കണോമിക് ഫ്ലോയ്ക്ക് പുറത്തു പോവുക. സോ ഇവിടെ ഇൻ ദ ഫസ്റ്റ് കേസ് വെൻ ഐ ബൈ ദ ടീ, ആ തേയിലപ്പൊടി ഇറ്റ് ഈസ് ദ ഫൈനൽ ഗുഡ്. പക്ഷെ അതേസമയം ഇവിടെ ഈ ചായ വിൽക്കുമ്പോഴാണ് അതൊരു ഫൈനൽ ഗുഡ് ആവുന്നത്. ഇൻ ദ റെസ്റ്റോറൻറ്റ്സ് കേസ് ഈ വാങ്ങിക്കുന്ന തേയില ഈസ് എൻ ഇന്റർമീഡിയറ്റ് ഗുഡ്. അതായത് ഇതിന്റെ വാല്യൂ ഈ ഫൈനൽ ടീയുടെ പ്രൈസിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഫൈനൽ ഗുഡ്സിന്റെ മാത്രമാണ് നമ്മൾ GDPയിൽ കൗണ്ട് ചെയ്യുക, ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ അല്ല. നൗ നെക്സ്റ്റ്, ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. ഒരു കൺട്രി എടുക്കാം, ഇന്ത്യ തന്നെ എടുക്കാം. ഇന്ത്യയിൽ നമുക്കൊരു 4 ഫേംസ് ഉണ്ടെന്ന് വെക്കാം. ഫസ്റ്റ് വൺ ഇസ് ഹ്യുണ്ടായി, സെക്കൻഡ് വൺ ടെസ്ല, ഇലോൺ മസ്കിൻ്റെ ടെസ്ല, തേർഡ് വൺ ടാറ്റ, നമ്മുടെ സ്വന്തം ടാറ്റ, ഫോർത്ത് വൺ തമിഴ്നാട്ടിലെ ഒരു അമ്മ ക്യാൻറ്റീൻ. ഇതിൽ 2 ടാറ്റയും അമ്മ ക്യാൻറ്റീനും ഇന്ത്യൻ ഫേംസ് ആണ്. അതേസമയം ഹ്യുണ്ടായി എന്ന് പറയുന്നത് ഒരു സൗത്ത് കൊറിയൻ ഫേമാണ്. ടെസ്ല ആകട്ടെ US ബേസ്ഡ് ആയിട്ടുള്ളതാണ്. പക്ഷേ ഈ 4 ഫേംസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും സർവീസസും നമ്മുടെ GDPയിൽ കൗണ്ട് ചെയ്യപ്പെടും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, വെൻ ഇറ്റ് കംസ് ടു GDP, വാട്ട് ഇറ്റ് കൺസേൺസ് ഇസ് വേർ ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ്. എവിടെയാണ് അത് ഉത്പാദിപ്പിക്കപ്പെടുന്നത്? വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി. ഈ കൺട്രിയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന എന്തോ would be counted in the GDP, irrespective of whether it is an Indian firm or a foreign firm, irrespective of whether an Indian national produces it or a foreign national produces it.
ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ എത്ര ഉത്പാദിപ്പിച്ചു എന്നാണ് നമ്മൾ നോക്കുന്നത്. നൗ നെക്സ്റ്റ്, വാട്ട് ഡസ് ജി ഡി പി ഇൻഡിക്കേറ്റ്? ജി ഡി പി എന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു എസ്റ്റിമേറ്റ് ദ സൈസ് ഓഫ് എൻ ഇക്കോണമി ആൻഡ് ഇറ്റ്സ് ഗ്രോത്ത് റേറ്റ്. ഒരു ഇക്കോണമിയുടെ വലിപ്പവും അതിന് വികസിക്കാൻ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്, എങ്ങനെയാണ് അത് വികസിക്കുന്നത് എന്നുള്ളത് നോക്കാനായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ജി ഡി പി. സോ നൗ ഇനി അടുത്തത് വരുന്നത് GNP ആണ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, അഗൈൻ നമ്മൾ ടേംസിലേക്ക് പോവാം. ഗ്രോസ് വിച്ച് മീൻസ് ടോട്ടൽ, പ്രോഡക്റ്റ് വിച്ച് മീൻസ് ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. ഇനി ഡൊമസ്റ്റിക്കിന് പകരം ഇവിടെ നാഷണൽ ആണ്. ആൻഡ് ദാറ്റ് മേക്സ് ഓൾ ദ ഡിഫറൻസ്. അതായത് നേരത്തെ നമ്മൾ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ എന്നുള്ള സെൻസിലാണെങ്കിൽ ഇവിടെ ഇന്ത്യൻ നാഷണൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്, ഇന്ത്യൻ സിറ്റിസൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. നമുക്ക് നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം, അതിനെ കുറച്ചുകൂടെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതായത് നേരത്തെ നമ്മൾ ഇന്ത്യയിലെ 4 ഫേംസ് ഉണ്ട്, ഇത് 4 കൂടാണ്ട് ശ്രീലങ്കയിൽ കൂടെ നമ്മളൊരു അമ്മ ക്യാൻറ്റീൻ തുടങ്ങി, US നമ്മളൊരു ടാറ്റയുടെ ഫേം ഇട്ടു. സോ ജി ഡി പി ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഡൊമസ്റ്റിക് ടെറിട്ടറിക്ക് ഉള്ളിൽ വരുന്നത് എന്തും ജി ഡി പിയിൽ വരും. പക്ഷേ GNPയിലേക്ക് വരുമ്പോൾ വാട്ട് ദ നാഷണൽസ് പ്രൊഡ്യൂസ്, അതാണ് GNPയിൽ വരിക. അതായത് ഈ അമ്മ ക്യാൻറ്റീനും ഈ ടാറ്റയും എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ GNPയിൽ ആഡ് ചെയ്യും, പക്ഷെ GDPയിൽ ആഡ് ചെയ്യില്ല. അതേസമയം ഈ ഫോറിൻ ഫേംസ് ആയ ഹ്യുണ്ടായി, ടെസ്ല, ഇവരുടെ പ്രൊഡക്ഷൻ നമ്മൾ GNPയിൽ കുറയ്ക്കുകയും ചെയ്യും. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ GDP മൈനസ് what foreign firms earn within the domestic territory plus what Indian firms and Indian nationals earn in a territory abroad plus what Indian firms earn. അതാണ് GNP എന്ന് പറയുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. സോ ഇപ്പം നമുക്ക് definition ഒന്ന് വായിക്കാം. GNP is the value of all the final goods and services that is produced by the normal residents of a country and is measured in a year. It refers to all the economic output produced by a nation's normal residents, whether they are located within the national boundary or abroad. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു for GDP where it is produced എന്നുള്ളതാണ് important. When it comes to GNP, who produces it, whether it is a national or not എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് GDP കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഇതിനെ നോക്കാം. സോ ഇവിടെ നമുക്ക് കാണാം GNP is equal to GDP plus NFIA. NFIA is net factor income from abroad. NFIA എന്ന് പറയുമ്പോൾ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫേംസ് അബ്രോഡ് നിന്ന് ഉണ്ടാക്കുന്ന ഇൻകം മൈനസ് വാട്ട് foreign firms produce in domestic territory of India. അതായത് ഇപ്പോൾ ഒരുപാട് ഇന്ത്യൻ സിറ്റിസൺസ് സൗദിയിലും US മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ അവിടെ ഏൺ ചെയ്യുന്ന നെറ്റ് ഫാക്ടർ ഇൻകം നമുക്ക് GDPൻ്റെ കൂടെ ആഡ് ചെയ്യും. പക്ഷേ അതേസമയം ഇന്ത്യയിലുള്ള ഫോറിൻ ഫേംസ്, നേരത്തെ എടുത്ത എക്സാമ്പിളാണെങ്കിൽ ഇപ്പോൾ ഹ്യുണ്ടായി, ടെസ്ല പോലുള്ള ഫേംസ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻകം നമ്മൾ ഡിഡക്റ്റും ചെയ്യും. അതിനെയാണ് നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് വിളിക്കുന്നത്, NFIA. സോ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് GDPയുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. ഇതാണ് GDPയും GNPയും തമ്മിലുള്ള ഒരു ബന്ധം. ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വി വുഡ് ഹാവ് നോട്ടിസ്ഡ്, നമ്മൾ ബഡ്ജറ്റ് ഡിസ്കഷൻസിലാണെങ്കിലും ഇക്കണോമിക് ഗ്രോത്തിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസിലാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുക GDP ആണ്, GNP അല്ല. അതെന്തുകൊണ്ടായിരിക്കും എന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വിൽ സി. Why is GDP more extensively used than GNP? അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് GDP ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ, ഇപ്പോൾ ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ പ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. എത്രത്തോളം എക്കണോമിക് പൊട്ടൻഷ്യൽ ഈ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിക്ക് ഉണ്ട്, ഒരു ഗവൺമെൻറ് എത്രത്തോളം എക്കണോമിക് ഫ്രണ്ട്ലിനെസ് ആണ് ഈ ഒരു ടെറിട്ടറിക്കകത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇന്ത്യൻസിനാണെങ്കിലും
ഫോറിൻ നാഷണൽസിലാണെങ്കിലും ഫോറിൻ ഫേംസിനാണെങ്കിലും ഇന്ത്യൻ ഫേംസിനാണെങ്കിലും എത്രത്തോളം എക്കണോമിക് പൊട്ടൻഷ്യലും എക്കണോമിക് ഫ്രണ്ട്ലിനെസ്സും ഈ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിക്ക് ഉണ്ട്, ഈ ഒരു കൺട്രിക്ക് ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് GDP-യിലൂടെയാണ്. GNP അത് സൂചിപ്പിക്കുന്നില്ല. GNP ബേസിക്കലി നമ്മുടെ സിറ്റിസൺസ് എന്തെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്, വിത്തിൻ ദ നേഷൻ ഓർ അബ്രോഡ്. അതുകൊണ്ടാണ് GDP കുറച്ചുകൂടി GNP-യെക്കാളും ഇമ്പോർട്ടൻ്റ് ആവുന്നത്. പക്ഷേ അതേസമയം GDP-ക്ക് ലിമിറ്റേഷൻസ് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. GDP ഹൈ ആണെന്ന് പറഞ്ഞ് അതൊരു സോഷ്യൽ വെൽഫെയറിൻ്റെ കൂടെ ഇൻഡിക്കേറ്റർ ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇസ് GDP റിയലി ആൻ ഇൻഡിക്കേറ്റർ ഓഫ് വെൽഫെയർ? ക്ഷേമം, ഒരു ജനറൽ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ ക്ഷേമത്തെയാണോ ഒരു ഹയർ GDP സൂചിപ്പിക്കുന്നത്? അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും GDP-ക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത്. ദ ഫസ്റ്റ് ലിമിറ്റേഷൻ ബീയിങ് നോൺ യൂണിഫോമിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതായത് ഇപ്പോൾ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ദർ ആർ ലോഡ് ഓഫ് ഇൻഡസ്ട്രി ജയൻസ്, ടാറ്റ, ബിർള, അംബാനി, അദാനി, ഇവരുടെയൊക്കെ പ്രൊഡക്ഷൻ കൂടിയാൽ തന്നെ നമ്മുടെ GDP കൂടും. പക്ഷെ അതിൻ്റെ അർത്ഥം ആ പ്രൊഡക്ഷൻ്റെ ബെനിഫിറ്റ്സ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നാണോ? അല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ജീവിത നിലവാരം എല്ലാവരുടെയും ഒരുമിച്ച് കൂടണമല്ലോ. അങ്ങനെയല്ല, ഒരുപാട് ഇനീക്വാളിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്. സോ GDP കൂടി എന്ന് പറഞ്ഞിട്ട് വെൽഫെയർ കൂടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വെൽത്ത് മൈറ്റ് ഈവൻ ദെൻ ബി കോൺസെൻട്രേറ്റഡ് ഇൻ എ ഫ്യൂ ഹാൻഡ്സ്. Now the second reason, not accounting for non-monetary exchanges. നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ when we take the total value of all final goods and services produced, നമ്മൾ അതിനെ എടുക്കുന്നത് മണി എന്നൊരു മീഡിയം ഉപയോഗിച്ചിട്ടാണ്. അതായത് 10 ടൺ സ്റ്റീലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 30 കിലോ കോട്ടണും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 10 ടൺ സ്റ്റീലിനെയും 30 ടൺ കോട്ടനെയും നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുക? ഹൗ ഡു വി യൂണിഫോംലി ആഡ് ദം? വി ആഡ് ഇറ്റ് യൂസിങ് മണി ആസ് എ മീഡിയം. അതായത് ഇത്ര രൂപയുടെ സ്റ്റീലും ഇത്ര രൂപയുടെ കോട്ടണുമാണ് പ്രൊഡ്യൂസ് ചെയ്തത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ GDP-യിലേക്ക് കാൽക്കുലേഷൻസ് എടുക്കുന്നത്. പക്ഷേ അണ്ടർ ഡെവലപ്ഡും ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒരുപാട് എക്സ്ചേഞ്ചസ് നോൺ മോണിറ്ററി ആയിട്ട് നടക്കാറുണ്ട്, ബാർട്ടർ ഫോമിൽ നടക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒരു വില്ലേജിൽ a person, he weaves a basket and പുള്ളിക്ക് ക്ലോത്ത് ആണ് വേണ്ടത്. അപ്പുറത്തെ വില്ലേജിൽ ക്ലോത്ത് വീവ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് ഈ ബാസ്ക്കറ്റ് കൊടുത്ത് അയാൾ വീവ് ചെയ്ത ക്ലോത്ത് വാങ്ങുകയാണ്. അവിടെ മണി യൂസ് ചെയ്യുന്നില്ല. പക്ഷെ അതേസമയം ഒരു ഇക്കണോമിക് പ്രൊഡക്ഷൻ, ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി അവിടെ നടക്കുന്നുണ്ട് താനും. അതുപോലെ നോൺ മോണിറ്ററി ആയിട്ടുള്ളൊരു എക്സ്ചേഞ്ച് GDP-യിൽ ഇൻക്ലൂഡ് ആവുന്നില്ല. ദാറ്റ് ഈസ് അനദർ ലിമിറ്റേഷൻ. ആൻഡ് ദ തേർഡ് ലിമിറ്റേഷൻ ഇസ് നോട്ട് അക്കൗണ്ടിങ് ഫോർ എക്സ്റ്റേണാലിറ്റീസ്. എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇൻറ്റൻറ്റഡ് ഓർ അൺഇൻറ്റൻറ്റഡ് എഫക്ട്സ് ഓഫ് ആൻ ആക്ട് എന്ന് വേണേൽ പറയാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിക്കും ഇഫക്റ്റുകൾ ഉണ്ടാവും നമ്മുടെ ഒരു ആക്ഷന്. ഉദാഹരണത്തിന് NCERT-യിലുള്ളൊരു എക്സാമ്പിൾ തന്നെ എടുക്കാം, ഓയിൽ റിഫൈനറീസിൻ്റെ. ദാറ്റ് ഇസ് ആൻ ഓയിൽ റിഫൈനറി, ഇൻപുട്ടായിട്ട് അത് ക്രൂഡ് ഓയിൽ എടുക്കുന്നു, റിഫൈൻഡ് പ്രോഡക്ട്സ് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റിഫൈൻഡ് പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്താണ് എന്നുള്ളത് നമ്മുടെ GDP-യിൽ ആഡ് ആവും. ദിസ് വുഡ് ഗെറ്റ് ഇൻക്ലൂഡഡ് ഇൻ ആർ GDP. പക്ഷെ അതേസമയം ഈ ഓയിൽ റിഫൈനറിക്ക് മറ്റ് ചില കോസ്റ്റുകൾ കൂടിയുണ്ട്. ഈ ഓയിൽ റിഫൈനറി ഒരു നിയർ ബൈ റിവറിനെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ടാവാം, റിവർ പൊല്യൂഷൻ. ഈ റിവർ പൊല്യൂഷൻ കാരണം തന്നെ അവിടുത്തെ ഫിഷുകൾ ആ റിവറിലെ ഫിഷസ് ദി മൈ നോട്ട് സർവൈവ് ആൻഡ് ഫിഷർമെൻ്റെ ലൈവ്ലിഹുഡ് സ്റ്റേക്കിലാവാം. അപ്പോൾ ഇറ്റ് ഹാസ് എൻ എൻവയോൺമെൻറ്റൽ കോസ്റ്റ്, ഇറ്റ് ഓൾസോ ഹാസ് എ ഹ്യൂമൻ കോസ്റ്റ്. ഈ എൻവയോൺമെൻറ്റൽ കോസ്റ്റും ഹ്യൂമൻ കോസ്റ്റും ഒന്നും GDP അക്കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ GDP നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസിന് അക്കൗണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഫോർ എ ക്വിക്ക് റീക്യാപ്പ്, നമ്മൾ GDP എന്താണെന്ന് പറഞ്ഞു, GNP എന്താണെന്ന് പറഞ്ഞു, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു, GDP എന്തുകൊണ്ട് GNP-യെക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു, GDP എന്തുകൊണ്ട് വെൽഫെയറിന് ഒരു ആക്യുറേറ്റ് മെഷർ അല്ല എന്നും നമ്മൾ സംസാരിച്ചു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ഗ്രാഡ് മെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.